അപ്പോൾ ഇന്നലെ നടന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഓഫീസറിൻ്റെ എക്സാം അനാലിസിസും ഏകദേശം എത്ര കട്ട് ഓഫ് വരുമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ കഴിഞ്ഞ തവണ നടന്ന APOൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് നോക്കാം. 58.33 വന്നിട്ടുള്ളത്. ഈ 58.33 വെച്ച് ഒരു ഷോർട്ട് ലിസ്റ്റ് ഇട്ടതിൽ 6011 പേരുണ്ടായിരുന്നു മെയിൻ ലിസ്റ്റിൽ. പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 2652 പേരും ഉണ്ടായിരുന്നു. ഇതിന് ശേഷം ഫിസിക്കലി വിളിച്ച് റാങ്ക് ലിസ്റ്റ് ഇട്ടു. അത് 1239 പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. നിലവിലെ ഈ ലിസ്റ്റ് പ്രകാരം പോയ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് പോയ അഡ്വൈസ് ഏപ്രിൽ 4 2026 ടോട്ടൽ അഡ്വൈസ് 686. അതിൽ തന്നെ ഓപ്പൺ കോമ്പറ്റീഷൻ 659 റാങ്ക് കിട്ടിയ ആൾക്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഇന്നലെ നടന്ന എക്സാമിലോട്ട് വരികയാണെങ്കിൽ ഓവറോൾ എക്സാം മോഡറേറ്റ് ലെവലായിരുന്നു. GK സെക്ഷൻ എടുക്കുകയാണെങ്കിൽ സയൻസ് കുറച്ച് ടഫായിരുന്നു. അതേസമയം ബാക്കി GK പോർഷൻസ് എല്ലാം മോഡറേറ്റ് ലെവലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് ഉദ്യോഗാർത്ഥിക്ക് ഒരു 24 മിനിമം അതിൽ നിന്ന് GK സെക്ഷന് സ്കോർ ചെയ്യാം. സ്പെഷ്യൽ ടോപ്പിക് എടുക്കുകയായിരുന്നെങ്കിൽ അത്യാവശ്യം EC to മോഡറേറ്റ് ലെവലായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ പോയാലും ഒരു 12 മിനിമം സ്കോറും ഒരു 14-15 മാക്സിമമായും ഒരു ആവറേജ് ഉദ്യോഗാർത്ഥിക്ക് എടുക്കാൻ പറ്റുന്ന പേപ്പറായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്. മാത്സ് അത്യാവശ്യം നിലവാരം പുലർത്തിയതായിരുന്നു. 6 മാർക്ക് വരെ എങ്ങനെ പോയാലും ഒരാൾക്ക് എടുക്കാവുന്നതാണ്. ഇംഗ്ലീഷും നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു, അതിനും 6. മലയാളം നോക്കിയായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഈസി ആയിരുന്നു. അതായത് പ്രീവിയസ് നോക്കിപ്പോയിരുന്ന ഒരാൾക്ക് അത്യാവശ്യം സ്കോർ ചെയ്തൊരു മിനിമം 7 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. സോ 56 മാർക്ക് എന്ന് പറയുന്നത് ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് എടുക്കാൻ പറ്റുന്ന സ്കോറാണ്, എല്ലാ നെഗറ്റീവിന് ശേഷം. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ 55 താഴെ കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതല്ല. ഒരു 56+ മുതൽ ഒരു 60 വരെ എന്തായാലും കട്ട് ഓഫ് സാധ്യത വരാൻ സാധ്യതയുണ്ട്. ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ ഏതാനും ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കട്ട് ഓഫിൽ ചെറിയ വേരിയേഷൻ, അതായത് കൂടുകയോ കുറയുകയോ ചെയ്യാം. എന്തായാലും 60 മുകളിലെടുത്തിട്ടുള്ള എല്ലാവരും ഫിസിക്കലി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.